ഓഫീസിനുള്ളിൽ പൂർണ്ണ നിശബ്ദത. പോലീസ് ഓഫീസർ മീര നൽകിയ നോട്ട്ബുക്കും ഫോട്ടോകളും രേഖകളും ഓരോന്നായി പരിശോധിക്കുകയായിരുന്നു. ചാരിറ്റി ലേഡി പെട്ടെന്ന് മുന്നോട്ട് വന്നു. മുഖത്ത് പതിവ് ശാന്തത. ഓഫീസർ, 25 വർഷം പഴയ ചില പേപ്പറുകൾ കൊണ്ട് ഒരു സ്ഥാപനത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർ ഓരോ സിസ്റ്ററെയും നോക്കി. ഇവിടെ വളർന്ന കുട്ടികൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നല്ല ജീവിതമാണ് ജീവിക്കുന്നത്. അവർക്ക് ഞങ്ങളാണ് കുടുംബം. ചില സിസ്റ്റേഴ്സ് തല കുലുക്കി. അവർക്കും ആശയക്കുഴപ്പം. ചാരിറ്റി ലേഡി തുടർന്നു. ഈ പെൺകുട്ടി കുറച്ചു ദിവസങ്ങളായി ഇവിടെ വന്ന് ഓരോരുത്തരുടെയും മനസ്സിൽ സംശയം വിതറുകയാണ്. ഇന്ന് ഒരു മനുഷ്യന് വെടിയേറ്റു. കുട്ടികൾ പേടിച്ചു. ഇതാണ് സത്യം. ഓഫീസിനുള്ളിൽ വീണ്ടും നിശബ്ദത. അപ്പോഴാണ് അടുക്കളയിലെ പ്രായമായ സ്ത്രീ മുന്നോട്ടു വന്നത്. അവൾ പതുക്കെ പോലീസുകാരനെ നോക്കി. സാർ, ഞാനൊരു കാര്യം പറയട്ടെ. ചാരിറ്റി ലേഡിയുടെ മുഖം ഒന്ന് മാറി. ഇവിടെ എത്ര വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു. മീര കള്ളം പറയുന്ന ആളല്ല. അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ടാകും. ഒരു സിസ്റ്റർ കൂടി മുന്നോട്ട് വന്നു. സാർ, മീര പെട്ടെന്ന് അപ്രത്യക്ഷമായ ദിവസം ഞങ്ങൾക്കും പല ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സിസ്റ്റേഴ്സ് രണ്ടായി പിരിഞ്ഞു. ചിലർ ചാരിറ്റിൽ മീരയുടെ കൂടെ. അനന്യ ഇതെല്ലാം നോക്കി നിന്നു. രാഘവ് ഇപ്പോഴും മിണ്ടിയില്ല. അവൻ പതുക്കെ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പഴയ കവർ പുറത്തെടുത്തു. അത് കയ്യിൽ മുറുകെ പിടിച്ചു. പക്ഷേ തുറന്നില്ല. മീര അത് ശ്രദ്ധിച്ചു. പക്ഷേ ഒന്നും പറഞ്ഞില്ല. പോലീസ് ഓഫീസർ എല്ലാവരെയും നോക്കി. വളരെ ശാന്തമായി പറഞ്ഞു, ഈ കേസ് ഇനി ആരുടെ വാക്ക് ശരിയാണെന്ന് നോക്കുന്നില്ല. തെളിവ് എന്തു പറയുന്നുവെന്ന് നോക്കും. ചാരിറ്റി ലേഡിയുടെ മുഖം ആദ്യമായി ശാന്തത നഷ്ടപ്പെടുത്തി.